ലാളിച്ചും തലോടിയും തെരുവ് നായ്ക്കൾക്ക് വീടൊരുക്കുന്ന കൂട്ടായ്മയുണ്ട് തലസ്ഥാനത്ത്. തെരുവിൽ അലയുന്ന നായ്ക്കളെ പരിപാലിച്ച് സൗജന്യമായി അവരെ ആവശ്യക്കാർക്ക് നൽകുകയാണ് ഈ കൂട്ടായ്മ. ഇവിടെ തെരുവു നായകൾ നിരവധിയാണ്. എല്ലാം നാം തെരുവുകളിൽ നിന്നും ആട്ടിയോടിക്കുന്ന സാധാരണ നായകൾ തന്നെ. കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ റോഡരികിലും മറ്റും കാണുന്ന നായകളെ മിനുക്കിയെടുത്ത് അവയെ പരിപാലിക്കുന്നതാണ് ഈ PFA എന്ന കൂട്ടായ്മയിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. ഒപ്പം അവയെ ആവശ്യക്കാർക്ക് സൗജന്യമായും നൽകുന്നു. തെരുവു നായകൾക്കൊരു കൂര. അതിലൂടെ തെരുവ് നായകളോടുള്ള സമൂഹത്തിന്റെ സമീപനം മാറുമെന്നാണ് ഈ കൂട്ടായ്മ പറയുന്നത്. യൂഷ്വലി ഇവിടെ നാടൻ ഡോഗ്സിന് അങ്ങനെ not that receptive towards like adopting indies. അപ്പോൾ ഈവൻ when we have adoption drives, what people ask is ഇവരെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, ലൈക്ക് ഫ്രീ ആയിട്ടാണോ കൊടുക്കുന്നത്, സോ എന്തിനാ ചെയ്യുന്നതെന്ന് വരും. സോ അതിൻ്റെ ഒരു അവയർനെസ് വി ട്രൈ ടു സ്പ്രെഡ് as much as we can. ലൈക്ക് ഇവരുടെ ലൈഫ്സ് ദർ ആസ് ഇമ്പോർട്ടൻറ്റ് as any other dogs അല്ലേ. And that these kids are not an accessory. They're also people that were they're also pups that were responsible for. യോഗയിലൂടെയും നായകളെ സമൂഹവുമായി ഇവർ ബന്ധിപ്പിക്കാറുണ്ട്. ആൾക്കാർക്ക് പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പപ്പി യോഗ എന്നുള്ള രീതിയിൽ നടത്താറുണ്ട്. അന്നേരം വേറൊന്നുമല്ല, നമ്മൾ ബേസിക്കലി യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങളെ നമ്മളുണ്ട് അവിടെ വയ്ക്കും. അതുങ്ങൾ വന്ന് ആൾക്കാരുടെ കൂടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ഫണ്ട് ഈ PFAക്ക് കൊടുക്കും. പിന്നെ ആൾക്കാർക്ക് ചിലപ്പം അങ്ങനെ ആ ഒരു പപ്പീസിനെ ചില പപ്പീസിനെ ചിലർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ പപ്പി യോഗ എന്നുള്ള കൺസെപ്റ്റ് ചെയ്യാറുണ്ട്. കൂടാതെ തെരുവുകളിൽ ജനിച്ച നായകൾ ആയതുകൊണ്ട് തന്നെ അവയ്ക്ക് പെട്ടെന്ന് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും പറ്റും. നമ്മൾ രാത്രിയിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയർ അല്ല, നമ്മൾ ഡോസയിലാണ്. പക്ഷേ ഈ പട്ടികൾക്ക് അങ്ങനെയല്ല. പട്ടികളെല്ലാം എപ്പോഴും സിറ്റുവേഷണൽ അവെയർനെസ് ഉണ്ട്. അവർക്ക് അതുങ്ങളുടെ ഒരു എന്താ പറയുക, അതുങ്ങളിരിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റിലോട്ട് ഒരു ഫോറിൻ എലമെൻറ്റ്, വേറൊരു വ്യക്തി അല്ലെങ്കിൽ വേറൊരു ജീവി വരുമ്പോൾ അത് ഇൻസ്റ്റൻ്റ്ലി അത് അവെയർ ആവും. അതിന് മണക്കാനും അതുപോലെ തന്നെ കേൾക്കാനും നമ്മളെക്കാട്ടിലും നല്ല കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വീട്ടിലൊരു നാടൻ പട്ടിയെ നമ്മൾ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവൻ നമ്മുടെ വീട് നോക്കിക്കോളും. സമൂഹത്തിൽ ഒരു ഭാഗത്ത് തെരുവ് നായ്ക്കളെ ആക്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് തെരുവ് നായ്ക്കളെ തലോടുന്ന മനുഷ്യരുമുണ്ട്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം അർച്ചന രവീന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.